നമ്മൾ സ്ത്രീകൾ വീട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ജോലിയാണല്ലേ. ഒരു ജോലിക്കാരിയുള്ള വീടാണെങ്കിൽ ജോലിക്കാർ വന്നില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മളെ പോക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ ആശ്രയിച്ച് അല്ലെങ്കിൽ ജോലിക്കാരി ഇല്ലാത്ത വീടുകളും ഉണ്ടാകും. വല്ല അസുഖമോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ എങ്ങനെയും എന്തും അല്ലെങ്കിൽ ഒരു നേരം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ വീട് ക്ലീനിങ് അത് വളരെ എളുപ്പമാക്കി തരുന്ന നല്ല നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലുള്ള കുപ്പിയുടെ മൂടികൾ എല്ലാവരും വീട്ടിലുണ്ടാവും അല്ലേ. കുറേ ഉണ്ടാവും, നമ്മൾ കുറേ കളയും. അപ്പോൾ ഇനി കളയാതെ നമുക്ക് ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സെലോ ടാപ്പ് എടുക്കാം, നടുവിലായിട്ട് ഇത് മൂടി ഒട്ടിച്ച് കൊടുക്കാം. കുറച്ച് ഇതുപോലെ നമ്മളൊന്ന് വിട്ടു കൊടുക്കണം കേട്ടോ. സെലോ ടാപ്പ് ഇത്തിരി നീട്ടത്തിൽ നമ്മൾ കുട്ടികളൊക്കെ വാതിൽ അടച്ച് കളയുക, പിന്നെ ലോക്ക് ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടാവും, ചെറിയ കുട്ടികളുള്ള. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർ വാതിൽ ക്ലോസ് ചെയ്യും. ഇങ്ങനെ അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടി ഇതുപോലെ നമ്മൾ മൂടിയിൽ ഇതുപോലെ സെല്ലോ ടാപ്പ് ഒട്ടിച്ച് ഇതുപോലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ തീപ്പെട്ടി, നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലും വന്നാലോ എന്ന് വെച്ചാൽ ഒരെണ്ണമൊക്കെ നമ്മൾ കരുതാറുണ്ട്. പക്ഷെ നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ തണുത്ത് അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും അത് തണുത്ത് പോകാറുണ്ട്, പെട്ടെന്നത് കത്താതെ വരുന്നുണ്ട്. അപ്പം അതില്ലാതിരിക്കുവാൻ ഏതെങ്കിലും പച്ചരിയോ പുഴുക്കലരിയോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വെച്ച് വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം ആയാലും നമുക്ക് തീപ്പെട്ടി തണുത്ത് പോകാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക. അതിലുള്ള ഈർപ്പം ഇല്ലാതെ ആക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ തീപ്പെട്ടി ഇരിക്കും. അടുത്തതായിട്ട് ഞാനൊരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നല്ല കടുപ്പമുള്ള ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തിളപ്പിക്കാം. അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. നേരിയ ചൂടോടുകൂടി തന്നെ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് നല്ല സ്മെല്ലുള്ള ഏതൊരു പൗഡർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ചൂടോടുകൂടി ചെയ്യുമ്പോൾ ആ പൗഡർ നല്ലതുപോലെ അതിൽ യോജിക്കാൻ സഹായിക്കും. എന്നിട്ട് നമ്മൾ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലില്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലൊന്ന് മുക്കി തുടച്ചാലും മതി കേട്ടോ. നമ്മൾ ഇതുപോലുള്ള ഫർണിച്ചറുകളൊക്കെ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ ഒരു പുതുമ പോകും അല്ലേ. അപ്പോൾ അത് നമ്മളൊരു മാസത്തിലൊരിക്കലൊക്കെ ഇതുപോലെ തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല ഉണക്ക തുണി കൊണ്ട് തുടച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ അംശമില്ലാതെ നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ തുടച്ചു കൊടുക്കാവുള്ളൂ. വെള്ളത്തോടു കൂടി നിങ്ങൾ ഫർണിച്ചറൊന്നും തുടക്കാൻ പാടില്ല. അടുത്തായിട്ട് നമ്മളുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാകും. കുട്ടികളൊക്കെ ഓരോന്ന് അതിൽ ഇട്ടിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അതൊക്കെ പോയി നല്ല പുത്തനാക്കാനായിട്ട് ഇതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കബേർഡുകൾ എല്ലാം നമുക്ക് പുത്തനാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു മിശ്രിതം കൊണ്ട്. അടുത്തതായിട്ട് ഞാനൊരു ഒരു ഗ്ലാസ്സല്ല 1-2 ഗ്ലാസ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചൂട് ഒന്ന് ആറിയതിന് ശേഷം നമ്മളുടെ കൈ ഇടുമ്പോൾ പൊള്ളാത്ത രീതിയിലുള്ള ചൂട് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ബേക്കിംഗ് സോഡ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടോടുകൂടി ഒരിക്കലും ഇടരുത്, എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എഫക്റ്റ് പോകും. അതുകൊണ്ടാണ് പറയുന്നത് നേരിയ ചൂടോടുകൂടി മാത്രം ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടിലുള്ള ബാഡ് സ്മെല്ല് പോകാനും. കർപ്പൂരത്തിൻ്റെ കാര്യം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഞാനിത് ഒരു സ്പ്രേ ബോട്ടിലിൽ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് മാത്രമേ ഞാൻ അതിലെടുത്തിട്ടുള്ളൂ കേട്ടോ സ്പ്രേ ബോട്ടിൽ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വൈപ്പർ നമ്മളെ വീട്ടിലുണ്ടാവും അല്ലേ. ആ വൈപ്പർ കൊണ്ട് നമുക്ക് വീട് മൊത്തം ഇങ്ങനെ അടിച്ച് വാരാണ്ടും തുടക്കാണ്ടും ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഇതുപോലെ നല്ല എന്താണ് പറയുക, നല്ല പൊടി വലിച്ചെടുക്കുന്ന മൈക്രോ ഫൈബറിൻ്റെ ടവല് നമുക്ക് വാങ്ങാൻ കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ അത് മേടിക്കുമ്പോൾ നമുക്ക് നീട്ടം വളരെ കുറവാണ് കിട്ടുന്നത്. നമുക്ക് വൈപ്പറിലിട്ട് തുടക്കാനും നിലം തുടക്കാനൊന്നും നമുക്ക് പറ്റാറില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നേരിയ ചൂടുവെള്ളം പിന്നെയും ഒന്നും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഉള്ളതിലും ചൂടുണ്ട്, ഒന്നും കൂടെ നേരിയ ചൂടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മുക്കി നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു തുണി കൊണ്ട് നമ്മൾ എന്താണ് പറയുക നല്ല ക്ലീൻ
ആകുമെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ നമുക്ക് ഇത്രയും വലിയൊരു ടവൽ കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്കത് ക്ലീനിങ്ങിന് ഉപയോഗിക്കാനായിട്ട്, ഇപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും, നമ്മൾ നിലം ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കും. വൈപ്പറിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ തുണി പറന്നു പോകാണ്ടിരിക്കാൻ ഉപയോഗിക്കുന്ന ക്ലിപ്പില്ലേ, ആ ക്ലിപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ നല്ല നീറ്റായിട്ട് കിട്ടും. എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡയും കർപ്പൂരവും ക്ലീനിങ്ങിന് ഏറ്റവും 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 നല്ലതാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ബാഡ് സ്മെൽ ഉണ്ടാവില്ല, അതുപോലെ തന്നെ രോഗാണുക്കളെല്ലാം പോകും. അതുപോലെ തന്നെ എന്തെങ്കിലും കറയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഉള്ളത് കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് വരും കേട്ടോ. ഞാൻ വീട് അടിച്ചു വാരിയിട്ടുമില്ല, തുടച്ചിട്ടുമില്ല. നിങ്ങൾക്ക് ഞാൻ എത്രത്തോളം ക്ലീനായി വരുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ക്ലീനായിട്ട് വരും. നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് വീട് ക്ലീനിങ് കഴിയുന്നതാണ്. അടിച്ചു വാരി പിന്നെ നമ്മളത് തുടച്ച് അങ്ങനെയൊന്നും ആവശ്യമില്ല. കുറേയൊന്നും വെള്ളം പാടില്ല. നല്ലതുപോലെ പിഴിഞ്ഞ് വേണം തുണി എടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. വെള്ളത്തോടു കൂടി ഇതാക്കി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നല്ലതുപോലെ പിഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ, നല്ല പോലെ പൊടി വലിച്ചെടുക്കും. വീട് മൊത്തം നമുക്ക് ഇതുപോലെ ടർക്കി നമ്മൾ ഒരു ഭാഗം കണ്ടില്ലേ, നല്ല ക്ലീനായിട്ടില്ലേ, നല്ല ക്ലീനായി എന്ന് പറഞ്ഞാൽ നല്ല ക്ലീനായിട്ടുണ്ട്. ചെയ്ത് നോക്കാം. നമ്മൾ ഒരു ഭാഗം തുടച്ചതിന് ശേഷം ആ ടർക്കി ഒന്ന് കഴുകി പിന്നെ നമ്മൾ ആ ഒരു വെള്ളത്തിലിട്ട് ടർക്കി കഴുകരുത്, വേറൊരു വെള്ളത്തിൽ നമ്മൾ പൈപ്പിൽ കാണിച്ച് ഈ ഒരു ടർക്കി കഴുകിയിട്ട് പിന്നെയും നമ്മൾ ആ ഒരു വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് എടുത്ത് പിന്നെയും നമുക്ക് തുടക്കാട്ടോ. ഞാൻ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കരുതല്ലോ. അങ്ങനെ നിങ്ങൾ വീട് മൊത്തം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റി ഈ ഒരു ടർക്കി എന്നിട്ട് കഴുകി ഇട്ടാൽ മതി. വളരെ സിമ്പിളായിട്ട് ഈ ഒരു തുണി എത്രത്തോളം അഴുക്ക് വലിച്ചെടുക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ നമുക്ക് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ അഴുക്കും പോയി നല്ല ക്ലീൻ ആകും, ഒരു ഫ്രഷ് മണമാകും. അപ്പോൾ ഞാൻ ആ സ്പ്രേ ബോട്ടിൽ എടുത്ത് വെച്ചേക്കുന്ന ബാക്കി വന്ന ആ ഒരു വെള്ളമില്ല, ബാക്കിയല്ല ഞാൻ മാറ്റി വെച്ചത്. നമ്മളുടെ ഗ്ലാസ്, ജനലിൻ്റെ ഗ്ലാസ്സുകൾ, നമ്മൾ മിറർ, മുഖം നോക്കുന്ന കണ്ണാടി, അതുപോലെ തന്നെ നമ്മളുടെ ഗ്യാസ് അടുപ്പ്, മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ വളരെ ബാഡ് സ്മെൽ ഉണ്ടാവില്ലേ, അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ജോലിയെല്ലാം കഴിയുമ്പം ഇതുപോലെ അടുക്കള മൊത്തം തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആകും. അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോഴാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ എന്താ പറയുക, ബേക്കിംഗ് സോഡൻ്റെയും കർപ്പൂരത്തിൻ്റെ സ്മെല്ല് കൊണ്ട് പാറ്റ, പല്ലി, പ്രാണികളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ലൊരു ഫ്രഷ് മണമായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കേണ്ടത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ആരും അത് വെറുതെ എന്ന് വിചാരിക്കരുത്. ബേക്കിംഗ് സോഡ ഇടുമ്പോൾ നമ്മളുടെ അഴുക്കിനെ വലിച്ചെടുക്കാനും പൊടികൾ പോകാനും ക്ലീൻ ആകാനും വളരെ നല്ലതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് കിടിലനായിട്ടുള്ളൊരു ടിപ്പ് കാണാം കേട്ടോ. നമ്മളുടെ കടുക് കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല കടുക് കൊണ്ട് ഇതുപോലൊരു ഉപയോഗം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക പോലുമില്ല. അത്രയും പ്രയോജനകരമായ നല്ലൊരു ടിപ്പാണ്. 1 ടേബിൾ സ്പൂൺ കടുകാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സിയിലും ഇതിലൊക്കെ ഇട്ട് ചതച്ചാലൊന്നും നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടില്ല. അത് ഏതെങ്കിലും ഒരു കളയാൻ വെച്ചേക്കുന്ന ഒരു കവറിൽ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. ചതച്ചെടുത്ത ഈ ഒരു കടുക് നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ബാഡ് സ്മെല്ലെല്ലാം മാറ്റി നല്ല ഫ്രഷ് ആക്കാനായിട്ട് സഹായിക്കും. അതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൗഡർ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു നല്ല സ്മെല്ലിന് വേണ്ടിയാണ് ഞാൻ പൗഡർ ഇട്ട് കൊടുത്തേക്കുന്നത്. കടുക് എപ്പോഴും നമ്മൾക്ക് അറിയാവുന്നതാണ്, നെഗറ്റീവ് എനർജിയെ കളഞ്ഞ് പോസിറ്റീവ് എനർജി തരാനായിട്ട് പറ്റുന്ന ഒരു നല്ല അടിപൊളിയാണ്. കർപ്പൂരവും അതുപോലെ തന്നെയാണ്, കടുകും അതുപോലെ തന്നെയാണ്. ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് ഒരു കിഴി കെട്ടി കൊടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ മീനൊക്കെ പൊരിച്ച് നമ്മൾ അടുക്കളയിൽ ഒരു ബാഡ് സ്മെല്ലുള്ള സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ ഒരു ബാഡ് സ്മെല്ല് മാറിക്കിട്ടും. അതുപോലെ തന്നെ പൗഡർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സ്മെല്ലും വരും, ബാഡ് സ്മെല്ല് പോകാനും സഹായിക്കും. അതുപോലെ നമ്മൾ ബാത്റൂമിൽ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ ബാത്റൂമിൽ പോയിക്കൊണ്ടിരിക്കുമ്പം എത്ര കഴുകിയിട്ടാലും ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും അല്ലേ. അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി. എവിടെയെങ്കിലും നമ്മളുടെ ജനാലൻ്റെ സൈഡിലോ ബാത്റൂമിലോ എവിടെയെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ടിപ്സുകളും ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻസ് വഴി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.